വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ശാരി റൂമിലെത്തിയതും മനോഹരന്റെ റൂമിൽ നല്ല മനോഹരമായിട്ട് തപ്പാൻ തുടങ്ങി. ഈ കള്ളൻ എവിടെയാണ്, എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. തൻ്റെ മകൾ ഇവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നുണ്ടെന്ന് ശാരിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് ശാരി അവൻ്റെ മേശയും അലമാരയും ഒക്കെ തപ്പുകയാണ്. പക്ഷെ പാവത്തിന് വിചാരിച്ച പോലെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ വളരെ വിഷമത്തിൽ നിൽക്കുക നമ്മുടെ ശാരി. ഈ സമയമാണെങ്കിലും നമ്മുടെ കിരണും കല്യാണിയും കൂടി ലക്ഷ്മി അമ്മയുടെ വീട്ടിലെത്തി. ലക്ഷ്മി അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അതേ അമ്മേ, ആ പ്രകാശനുണ്ടല്ലോ നിന്ന് തിളയ്ക്കുന്നത് ആ വിക്രത്തെ കണ്ടിട്ടാണ്. ഈ വിക്രമാദിത്യൻ എന്ന് പറയുന്നവൻ വലിയൊരു അക്രമാസക്തനായിരുന്നു. അവനുണ്ടല്ലോ, അവൻ ഈ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടിയുടെ ബ്രേക്കൊക്കെ അഴിച്ചു വിട്ടു. പക്ഷേ പ്രകാശൻ ചെയ്ത ഈ ഒരു ക്രൂര കൃത്യത്തിന് അനുഭവിക്കേണ്ടി വന്നത് വിക്രമാണ്. വിക്രം ഒരുപാട് കാലം സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നെന്ന് കൂടി നമ്മുടെ ലക്ഷ്മി അമ്മയോട് കിരൺ പറഞ്ഞു. മോനെ, ആ പ്രകാശൻ എത്രമാത്രം ദുഷ്ടനാണെന്നും അവൻ്റെ മകൻ ഏത് രീതിയിൽ ചിന്തിക്കുമെന്നും ഈ നാട്ടിൽ വരുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ആരൊക്കെയാണെന്നും നല്ലതുപോലെ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും അമ്മയ്ക്ക് എന്തൊക്കെയോ ചില ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് കല്യാണി എന്നോട് പറഞ്ഞായിരുന്നു. എന്ത് കാര്യങ്ങളാണേലും ഞങ്ങളോട് സംസാരിക്കാം കേട്ടോ, ഒന്നും തന്നെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് കിരൺ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചതും ലക്ഷ്മിയമ്മയാണെങ്കിലും ഉണ്ട് മോനെ, കല്യാണി പറഞ്ഞത് ശരി തന്നെയാ. ചെന്നൈയിൽ ഞങ്ങൾക്ക് ചില എതിരാളികളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ പ്രകാശന്റെ കേസ് ഒതുക്കിയതിന് ശേഷം മക്കളോട് പറയുന്നതായിരിക്കും എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നമ്മുടെ പ്രകാശന്റെ കോള് വരിക. മോളെ, ദേ വിളിക്കുന്നത് ആ പ്രേമരോഗിയാ. ഇനി ഇവൻ എന്നോട് എന്താ പറയാനുള്ളതെന്ന് അറിയില്ലല്ലോ. എന്തായാലും അമ്മ ഫോൺ എടുക്കുന്ന കല്യാണി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മ വലിയ കാര്യത്തിന് പ്രകാശേട്ടാന്ന് വിളിച്ച് ഫോൺ എടുക്കുകയാണ്. പ്രകാശനാണെങ്കിലോ, ലക്ഷ്മി നിനക്ക് നല്ല സങ്കടമായി കാണുമല്ലേ? ദേ ഞാനുണ്ടല്ലോ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാർത്തിക മോൾക്ക് അറിയാം. എന്നാലും പ്രകാശേട്ട ശരിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്? കോടതിയിൽ ഒരു സ്ത്രീ വന്നിട്ട് പ്രകാശേട്ടൻ്റെ ഭാര്യയാണെന്ന് വരെ പറഞ്ഞില്ലേ? എൻ്റെ അറിവിൽ ദീപ മാത്രമല്ലേ പ്രകാശേട്ടൻ്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നുമോളെ, എന്നെ ചതിച്ചതാ. ഞാൻ തഞ്ചാവൂര് എൻ്റെ അമ്മയുടെ നാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ എൻ്റെ കൂടെ കൂടിയതാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് വിവാഹമൊന്നും കഴിച്ചതൊന്നും അല്ല. ഈ പറയുന്ന ലക്ഷ്മിക്ക് ആ നാട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരൊരു സഹായത്തിന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്നതാ. അതിനപ്പുറം എനിക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. 10-25 വർഷം മുന്നേ ഉള്ള കഥയല്ലേ മോളെ. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇപ്പം എൻ്റെ ഭാര്യയായിരുന്നു എന്നും അതുപോലെ അതിലെനിക്കൊരു കുട്ടി ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മോളെ വിശ്വസിക്കുന്നത്? എന്തായാലും ആ കിരണും കല്യാണിയും ദീപയും ഒക്കെ ചേർന്ന് അവളെ ഈ നാട്ടിലെത്തിച്ചതാണ്. അവളെ എനിക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റിയിരിക്കുകയാണെന്നും പ്രകാശൻ സ്ഥാപിച്ചെടുക്കുക. എന്നാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി പ്രകാശേട്ട. എൻ്റെ മോളെ, എൻ്റെ മഹാലക്ഷ്മി ഒരു കാരണം വെച്ചാലും വിഷമിക്കണ്ട കേട്ടോ. ദേ ഈ പ്രകാശൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഈ പ്രകാശൻ മഹാലക്ഷ്മിക്ക് സ്വന്തമായിരിക്കുമെന്ന് പ്രകാശൻ ഒരു വാക്ക് കൊടുത്തു. ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മുടെ കാർത്തികയാണെങ്കിലോ, ഈ വയസ്സാങ്കാലത്ത് അവൻ്റെ ഒരു പഞ്ചവാര വർത്തമാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും പ്രകാശനാണെങ്കിലോ, എന്നാ മോള് റെസ്റ്റ് ചെയ്യട്ടോ. എന്തായാലും എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ആ പാതിയായിട്ട് എൻ്റെ മഹാലക്ഷ്മി തന്നെയായിരിക്കും എൻ്റെ ഒപ്പം ഉണ്ടാകുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് മോളുടെ കഴുത്തിൽ ഈ പ്രകാശേട്ടൻ താലി കെട്ടുമെന്നും കൂടി പറഞ്ഞു. പ്രകാശിൻ്റെ ഈ സംസാരമൊക്കെ കേട്ട് നമ്മുടെ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ കിരണും കല്യാണിയും ഒക്കെ ഇരുന്ന് ചിരിക്കുക. എന്നാൽ ശരി കേട്ടോ, ഞാൻ ചെറിയ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി അമ്മ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവൻ എത്രയും പെട്ടെന്ന് ലക്ഷ്മി എന്ന് പറയുന്നവളെ ഒതുക്കിയിട്ട് എന്നെ വിവാഹം കഴിക്കൂ എന്നുള്ള വാഗ്ദാനം തരാൻ വിളിച്ചതാണ്. എന്തായാലും കൊള്ളാല്ലേ മോളെ, ഇവനെ പോലെയുള്ള ഒരുത്തനെ നമുക്ക് നിർത്തി പൊരിക്കണ്ടേ? വേണം അമ്മേ, വേണം. അയാൾ സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു കാരണം വെച്ചാലും നമ്മൾ സമ്മതിക്കരുത്. അത്രമാത്രം ക്രൂരതകൾ എൻ്റെ അമ്മയോടും എന്നോടും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയോടും ഒക്കെ ചെയ്തതല്ലേ. അവനുള്ള ശിക്ഷ ഈശ്വരൻ കഴുതി വെച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മിയും പറയുകയാണ്. അങ്ങനെ കാർത്തികയുടെ അടുത്ത് വന്നിട്ട് പ്രകാശനാണെങ്കിലോ, മോളുടെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. അച്ഛാ, ഇനി ഒരുപക്ഷെ കല്യാണം എങ്ങനെ നടന്നില്ലെങ്കിലോ? എൻ്റെ മോളെ അങ്ങനെയൊന്നും നീ ചങ്കി തറക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ. ഈ വിവാഹം ഒരു കാരണം വെച്ചാലും മുടങ്ങില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് മോളുടെ അമ്മയെ എൻ്റെ ഭാര്യയാക്കണമെന്ന് തന്നെയാണ്.
പിന്നെ എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നമുക്ക് തേച്ചു മായ്ച്ച് കളയാൻ പറ്റുമല്ലോ. ഇപ്പം തന്നെ നല്ല ഒന്നാം തരം ഒരു വക്കീലല്ലേ മോള് ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. അയാൾ എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വാദിക്കുന്നുമുണ്ട്. എന്തായാലും എൻ്റെ മോള് വിഷമിക്കുമൊന്നും വേണ്ട. ഇപ്പം എനിക്ക് ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് പഴയതുപോലെ ഒരു സ്നേഹം എന്നോടില്ലച്ച. അച്ഛനോട് സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം അമ്മ എൻ്റെ പല കാര്യങ്ങളും മറന്നുപോയി. അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ദേ, നിൻ്റെ അമ്മയ്ക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. വിളിക്കുന്ന സമയത്തൊക്കെ മോളെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട്. എന്തായാലും മോള് ആ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് ഈ അച്ഛനോട് ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ല അച്ഛ, എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കണം, അത്രമാത്രം ഈ കാർത്തികയ്ക്ക് വേണ്ടുമെന്നും പറഞ്ഞ് കാർത്തിക അവിടെ ഇങ്ങനെ നിൽക്കുക. അതേടോ, എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. താനുണ്ടല്ലോ, താൻ ഒരുപാട് നരകിക്കാനുണ്ടെന്നൊക്കെ ഇവളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ്. അപ്പം ശാരി ഓരോ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പം പുറത്ത് ഷോപ്പിംഗ് ഒക്കെ നടത്തി വരുന്ന മനോഹരനെ കാണിക്കുകയാണ്. അപ്പൊ മനുവിന്റെ അടുത്ത് വന്ന് ശാരിയാണെങ്കിലോ, അല്ല മോനെ, മോൻ ഇന്ന് എവിടെയായിരുന്നു മീറ്റിംഗ്? ഏത് ഹോട്ടലിലായിരുന്നു? അത് കുറച്ച് സമയം ഇങ്ങനെ നിന്ന് പൊട്ടം കളിച്ചതിന് ശേഷം അമ്മ അതെ ജൂപ്പിറ്റർ ഹോട്ടലിലായിരുന്നു, അവിടെ വെച്ചായിരുന്നു ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പം ക്ലയന്റുകൾ ആരായിരുന്നു? എൻ്റെ അമ്മ ഇന്ന് ജപ്പാനിൽ നിന്ന് വന്ന ആരൊക്കെയോ ആയിരുന്നു. അവരൊക്കെ ആയിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും മോൻ എപ്പോഴാണ് എൻ്റെ മോളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യം ശാരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമയം മനുവിന് ചില സംശയങ്ങൾ തോന്നുക. ദൈവമേ, തള്ളയെങ്ങാനും ഇനി വല്ലതും കണ്ടുപിടിച്ചോ? അതുകൊണ്ടാണോ ഇനി തന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയോ ചില കാര്യങ്ങൾ ശാരിയുടെ മനസ്സിൽ കിടന്ന് പുകയുന്നുണ്ടെന്ന് മനുവിന് മനസ്സിലാകുക. അമ്മ, അത് ഇത്രയും കാലവും എൻ്റെ സരയൂനായിരുന്നല്ലോ ധൃതി, ഇപ്പം അമ്മയ്ക്കായോ ധൃതി? എന്തായാലും സമയമാവട്ടെ, ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒക്കെ കൂട്ടി അമേരിക്കയ്ക്ക് പറക്കും. അമേരിക്കയും ജപ്പാനും ഒക്കെ ഉള്ളതായെങ്കിൽ മതിയായിരുന്നു എന്ന് ശാരി ഇങ്ങനെ ചിന്തിച്ച് മനോഹരൻ്റെ അടുത്ത്, മോനെ ഇടയ്ക്കൊക്കെ മോൻ രൂപാൻ്റിയുടെ വീട്ടിലും കൂടി പോകണം കേട്ടോ. എൻ്റെ അമ്മ രൂപാൻ്റിയുടെ വീട്ടിൽ പോവാനോ? അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? അയൽ വീട്ടിലെ ആൾക്കാർ മുഴുവനും ഇപ്പൊ രൂപാൻ്റിയുടെ വീട്ടിൽ നിത്യസന്ദർശകരാ. അതും പോരാഞ്ഞിട്ട് അവരുടെ ഭർത്താവായിട്ടുള്ള സേനൻ, അയാളും ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും കൂട്ടിയിട്ട് ആ വീട്ടിലെങ്ങാനും പോയി എൻ്റെ കുഞ്ഞിന് വല്ല വയ്യായികയും ഉണ്ടായി കഴിഞ്ഞാൽ ആരമ്മ സമാധാനം പറയുന്നത്? എൻ്റെ പൊന്നു മോനെ, രൂപ എന്തായാലും നിന്റെ കുഞ്ഞിന് ആപത്ത് വരുന്ന ഒരു കാര്യം ചെയ്യില്ല. അവൾക്ക് സരയൂന്ന് പറഞ്ഞാൽ ജീവനാണ്. അതൊക്കെ സംഭവമൊക്കെ ശരി തന്നെയാ. എന്നാലും സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞിട്ട് ഒരു കാരണം വെച്ചാലും ആങ്ങളയുടെ മകളെ സ്നേഹിക്കാനൊന്നും ഒരമ്മയും തയ്യാറാകില്ല എന്ന് മനു പറയുക. എന്തായാലും അമ്മ, സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരുപാട് കളിസാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഞാൻ ഇതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് മനോഹരൻ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പം അവനൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ശാരിയുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഇവനും വിലയിരുത്തുകയാണ്. ഈ തള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബഗാസുരനായിരിക്കും ഇതിനൊക്കെ പിന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ചീട്ട് ഞാൻ കീറുമെന്നും പറഞ്ഞ് മനു ആ റൂമിലേക്ക് പോവുക. ആ സമയത്താണെങ്കിലോ നമ്മുടെ ശാരി വേഗം അവളുടെ റൂമിൽ കയറിയിട്ട് ഈ മനോഹരൻ പറഞ്ഞ മീറ്റിംഗ് നടന്ന ആ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു ചോദിക്കുക. അതെ, ഇന്ന് മനോഹർ എന്ന പേരുള്ള ഒരാൾ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചോ? അയാളുടെ പേരിൽ ഏതെങ്കിലും ഒരു മുറി ബുക്ക് ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം, ഇല്ലല്ലോ മാഡം, മാഡത്തിന് ആൾ മാറിപ്പോയതായിരിക്കും, വേറെ പേരൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ ഹോട്ടലിൽ ഇങ്ങനെ പേരുള്ള ഒരാളും വന്ന് ഒരു റൂമും ബുക്ക് ചെയ്തിട്ടില്ല. ഇത് കേട്ട പാടെ നമ്മുടെ ശാരി തകർന്നു പോയി. ദൈവമേ, അപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ. ഇവൻ ആ നിഷയുടെ കാര്യം പറയുമ്പോഴും ഒക്കെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഇവനും അതുപോലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മറക്കുന്നുണ്ട്. ഇനി നിഷയും അവളുടെ അമ്മയും ഒക്കെ പറഞ്ഞതുപോലെ ഇവൻ എങ്ങാനും എന്തെങ്കിലും കാര്യത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ശാരിയുടെ മനസ്സിൽ ഇങ്ങനെ ഉടലെടുക്കുക. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം തൻ്റെ മകളുടെ അടുത്തെന്നും പറഞ്ഞ് ശാരി നേരെ നമ്മുടെ സരയുടെ റൂമിലേക്ക് ചെല്ലുക. സരയുത കുഞ്ഞിനെയും കളിപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം മനോഹരൻ ബാത്റൂമിൽ നിന്ന് മുഖമൊക്കെ തുടച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ ശാരി പറഞ്ഞു, അല്ല മോളെ, ഇത്രയും കാലവും ഞാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയ്ക്ക് പോകണമെന്ന്. എന്നിട്ടിപ്പം നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം വല്ലതും സംസാരിച്ചായിരുന്നോ?
എൻ്റെ അമ്മ ഇത്രയും നാള് അമ്മയ്ക്ക് ഇത് എന്തായിരുന്നു പ്രശ്നം? ഈ വയ്യാത്ത അച്ഛനെ ഇട്ടിട്ട് അമ്മ ഇനി അമേരിക്കയ്ക്ക് പോകാനാണോ? എടി മോളെ, എനിക്ക് അമേരിക്കയിലേക്ക് പോയില്ലെങ്കിലും സങ്കടമൊന്നും ഇല്ലടി. നീയും നിന്റെ ഭർത്താവും കുഞ്ഞും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കണം. അത്രമാത്രമേ ഈ അമ്മയ്ക്ക് നിർബന്ധമുള്ളൂ. ഓ, ഇപ്പം അമ്മയുടെ ചില നേരത്തെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാലേ അമ്മ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉള്ളി വെച്ചോണ്ടാ പെരുമാറുന്നത്. സത്യം പറയും, അച്ഛൻ്റെ അസുഖം അമ്മയ്ക്ക് പകർന്നതാണോ എന്ന് ചോദിക്കുക സരയും. ഇതൊക്കെ കേൾക്കുമ്പം അതേ മോളെ, ഇനി ഈ അമ്മയ്ക്ക് വട്ടുകൂടി സംഭവിക്കാനുള്ളൂ. അത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ദേ പലതും ഇവിടെ നശിച്ച് ഇല്ലാണ്ടാകുമെന്ന് പറഞ്ഞ് ശാരി ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുക. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന നമ്മുടെ മനു ആണെങ്കിലും സരയുടെ അടുത്ത് വന്നിട്ട് എന്താ മോളുൻ്റെ അമ്മയ്ക്ക് ശരിക്കും എന്താ പറ്റിയത്? എൻ്റെ പൊന്നു മനുവേട്ട, ഈ വട്ട് പിടിച്ച ഫാമിലിയിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഇവർക്കൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് മനുവേട്ട. നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോയാലോ? ആ പോവാം മോളെ, പോവാം. പിന്നെ എനിക്ക് ചില സംശയങ്ങൾ തോന്നാതില്ല. ദേ ഇനി നിന്റെ ആ ഒരു ആൻറ്റി ഉണ്ടല്ലോ, താരാൻറ്റി, നീ സ്വന്തം മകളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരാറുണ്ടല്ലോ. ഇനി അവർ പറയുന്നതെങ്ങാനും സത്യമായിരിക്കുമോ? ദേ മനുവേട്ട, എന്നെ കൊണ്ട് വേറെ വർത്തമാനമൊന്നും പറയിപ്പിക്കരുത്. മനുവേട്ടനോട് മാത്രമാണ് വഴക്കുണ്ടാക്കുന്നതിൽ എനിക്ക് സങ്കടമുള്ളത്. അതുകൊണ്ട് മനുവേട്ടൻ്റെ വായിന്ന് വരുന്ന വർത്തമാനം ആ രീതിയിലായിരിക്കണമെന്നുള്ള ഒരു താക്കീത് നൽകുകയാണ് നമ്മുടെ സരയു വിചാരിക്കുന്നത് ഈ കാര്യങ്ങൾ മുഴുവനും ഇവരൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നാണ്. എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ സരയു ചതിക്കപ്പെടുകയാണെന്നും സരയുവിനെ നല്ലതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹരനെന്നും. അങ്ങനെ ആ ഒരു കഥ, ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ദാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്